ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ അതാ നമ്മുടെ മണ്ണാർക്കാട് പൂരാണ്. അപ്പോൾ രാവിലെ പോയി തൊഴുതിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാത്രി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി വരാനുള്ള പരിപാടിയാണ് കേട്ടോ. പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ വേഗം പോയി മൊത്തം ഒന്ന് അമ്പലപ്പറമ്പ് കൂടെയൊക്കെ ഒന്ന് കറങ്ങി ദൈവത്തിനെ തൊഴുത് തിരിച്ചു വരാം. ഓക്കെ, അപ്പം എന്നാൽ പോവല്ലേ, കൂടെ കൂടിക്കോളൂ. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. കാടിറങ്ങി നീയും ഞാനും കാണാൻ പോകണ പൂരം. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. പാട്ട് പാടാൻ അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ ഇങ്ങനെ പാടുന്നത്. നമ്മുടെ മണ്ണാർക്കാട് പൂരമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ പാട്ടൊന്ന് മൂളിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുക അല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ ഈ ഗാനം? മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പൊന്നി എന്ന നോവലിൻ്റെ പശ്ചാത്തലത്തിൽ പിറന്നൊരു സിനിമയിലേതാണിത് കേട്ടോ. പി ഭാസ്കരൻ ദേവരാജൻ ടീമിൻ്റെ സൃഷ്ടിയിലുള്ള ഈ ഗാനം ഞങ്ങളുടെ മണ്ണാർക്കാട് അരകുറിശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ വലുതല്ലാത്ത ചെറിയൊരു അഹങ്കാരം ഞങ്ങൾക്ക് ഇല്ലാതില്ല കേട്ടോ. പിന്നെ നിങ്ങൾ അറിഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ മണ്ണാർക്കാട് പൂരാഘോഷത്തിൻ്റെ രാപ്പകലുകളാണ് കേട്ടോ. ഞങ്ങളുടെ മണ്ണാർക്കാടിൻ്റെ വിവിധ സമൂഹങ്ങളുടെ സംസ്കാരവും കൂട്ടായ്മയും ഇടകലരുന്നതാണ് ഇവിടുത്തെ പൂരാഘോഷക്കാലം. ഇതിൽ മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ പ്രതാപസ്മരണകളും അട്ടപ്പാടിയിൽ നിന്നും കാടിറങ്ങി വരുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ആചാരവിശേഷങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കാഴ്ചയുണ്ടല്ലോ, ഇത് നമ്മുടെ ഉദയർകുന്ന് ഭഗവതി അമ്മ ആറാട്ടിനിറങ്ങുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അതിനു മുൻപ് ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ഒരു ചടങ്ങാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ചൂടിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് എത്ര ആയിരം ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നതെന്നറിയോ? എനിക്കും മക്കൾക്കും ഹരിയേട്ടനും ഇതൊരു പുത്തൻ അറിവായിരുന്നു കേട്ടോ. ഒരു പുതിയൊരു കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക്. ഇതിനു മുൻപ് പകൽ സമയങ്ങളിലെ ആറാട്ട് കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ശുഭമുഹൂർത്തത്തിൽ പങ്കുകൊള്ളാൻ നമുക്കും ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളതാണ് സത്യം. അരയാലിലകളുടെ തണൽ നൽകുന്ന ഒരു അനുഭൂതി, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഈ തണലിൽ നിന്നും മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് നാം നേരെ ചെന്നെത്തുന്നത് പ്രവേശന കവാടത്തിലൂടെ നമ്മുടെ അരകുറിശി അമ്മയുടെ സന്നിധിയിലേക്കാണ്. കൊടിമരത്തിന് അഭിമുഖമായി ശിലാവിഗ്രഹത്തിൽ ശാന്തസ്വരൂപിണിയായി തിരുമാന്താംകുന്നിൽ അമ്മ കുടിയിരിക്കുന്നത് കാണാം. ഏകദേശം 600 വർഷങ്ങളിലധികം പഴക്കമുണ്ടത്ര ഈ ക്ഷേത്രത്തിന്. നേരത്തെ വരിക്കപ്ലാവിൽ കടഞ്ഞെടുത്ത വിഗ്രഹമായിരുന്നു അത്രേ ഇവിടെ. അതിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്നാണത്രേ ഇപ്പോൾ നാം കാണുന്ന രീതിയിൽ ശിലാവിഗ്രഹമാക്കിയത്. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലമ്മ പണ്ട് നായർ തറവാട്ടിലെ ഒരു ഭക്തന് ദർശനം നൽകിയത്രേ. അതിനെ തുടർന്ന് ദേവിയെ തറവാട്ടിൽ കുടിയിരുത്തി ക്ഷേത്രം നിർമ്മിച്ചു പ്രതിഷ്ഠ നടത്തി എന്നാണ് ഐതിഹ്യം. ഇതല്ലാതെ മണ്ണാർക്കാടിൻ്റെ കൂടി ഭരണാധികാരി കൂടിയായിരുന്ന വള്ളുവക്കോനാതിരി തൻ്റെ പരദേവതയായ തിരുമാന്താംകുന്നിലമ്മയെ ഇവിടെയും പ്രതിഷ്ഠിച്ചു. മൂപ്പിൽ നായരുടെ നിയന്ത്രണത്തിലായിരുന്നതുകൊണ്ട് ക്ഷേത്രം വലിയ പ്രശസ്തി നേടി. മണ്ണാർക്കാട് പൂരം ഇന്ന് മണ്ണാർക്കാടിൻ്റെ സാംസ്കാരിക ഉത്സവമായി വാഴ്ത്തപ്പെടുന്നു. മതമൈത്രിയുടെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മണ്ണാർക്കാട് പൂരം എന്നത്. മണ്ണും ആറും കാടും എല്ലാം കൂടിച്ചേർന്ന നമ്മുടെ മണ്ണാർക്കാടിൻ്റെ ദേശീയ ഉത്സവം തന്നെയാണ് മണ്ണാർക്കാട് പൂരം. അതായത് നമ്മുടെ അരകുറിശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ണാർക്കാട് പൂരം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പ്രമുഖ ഉത്സവമാണ് അരകുറിശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ നമ്മുടെ മണ്ണാർക്കാട് പൂരം. കുംഭമാസത്തിലെ പൗർണമി നാളിൽ നടക്കുന്ന വലിയ ആറാട്ടാണ് ഈ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പഞ്ചവാദ്യം, ചെണ്ടമേളം, ഗജവീരന്മാരുടെ സാന്നിധ്യം എന്നിവയോടെ ഭഗവതിയെ ആറാട്ടിനായി കൊണ്ടുപോകുന്ന ചടങ്ങ് കാണാൻ
ആയിരക്കണക്കിന് ജനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴിവിടെ തടിച്ചു കൂടിയിട്ടുള്ളത് കേട്ടോ. മൂന്നാം പൂരത്തിന് ഭഗവതിയുടെ രാവിലത്തെ ആറാട്ട് നടക്കുന്നു. അവസാന ദിവസം ചെട്ടുവേലയോടെ പൂരം പൂർത്തിയാകുന്നു. ഇതാണ് മണ്ണാർക്കാട് പൂരം. പിന്നെ ഇതാ ഈ കാണുന്ന പ്രവേശന കവാടത്തിലൂടെ നേരെ മുന്നോട്ട് നടന്നാൽ നമ്മുടെ ആറാട്ടുകടവായി കേട്ടോ. സൈലന്റ് വാലി മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന കുന്തിപ്പുഴ, പ്രകൃതിയാൽ ഏറെ മനോഹരമാക്കപ്പെട്ട കുന്തിപ്പുഴ, അതൊന്ന് വേറിട്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഏറനാടിൻ്റെ സൗന്ദര്യത്തിൻ്റെ പകർപ്പാണ് ഈ ആറാട്ടുകടവ്. പ്രതിപുരുഷനായ വെളിച്ചപ്പാടിൻ്റെയും കോമരങ്ങളുടെയും അകമ്പടിയോടെ ദേവി ശ്രീലകത്ത് നിന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്നു. വാളുകൊണ്ട് വെട്ടി വെളിച്ചപ്പാട് വെളിച്ചപ്പെട്ട് ഉറഞ്ഞുതുള്ളി ഭക്തജനങ്ങളോട് കൽപ്പനകൾ പറയുന്നു. അതിനുശേഷം ഗജവീരന്മാരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആറാട്ടുകടവിലേക്ക് നീങ്ങുന്നു. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഞങ്ങൾക്ക് ഒരു പുതിയ ഒരു കാഴ്ചയായിരുന്നു. രാത്രി സമയങ്ങളിൽ നമ്മൾ പൂരം കാണാൻ പോകാറുണ്ട്. പക്ഷേ പകൽ സമയത്ത് ഉള്ള ഈ ഒരു പോക്ക് അത് വേറിട്ടൊരു കാഴ്ച തന്നെയായിരുന്നു. എന്നതിനേക്കാൾ ഉപരി വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈലന്റ് വാലി മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന കുന്തിപ്പുഴയിലേക്ക് നമ്മുടെ ദേവി ആറാട്ടിനായി എത്തുകയാണ്. ഓല കൊണ്ട് മറച്ചു കെട്ടിയ ആറാട്ടുകടവിൽ പാറപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ ആറാട്ടുപാറയ്ക്ക് സമീപത്തെ വെള്ളത്തിലാണ് ദേവിയുടെ നീരാട്ട്. നൂറ്റാണ്ടുകളായത്രേ ഇവിടെ ഇത്തരത്തിൽ ആറാട്ട് നടക്കുന്നു കേട്ടോ. കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളം. ഞാൻ പറഞ്ഞില്ലേ ഓല കൊണ്ട് മറച്ചു കെട്ടിയ ഒരു ഭാഗം എന്ന്, അതാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അവിടെയാണ് ഇനി ദേവി എത്തി നീരാടുന്നത്. കാലത്തിൻ്റെ മാറ്റങ്ങളോ ഗതി മാറ്റങ്ങളോ ഒന്നും ആറാട്ടുകടവിനെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പരമമായ സത്യം, അതല്ലെങ്കിൽ മറ്റൊരു പ്രധാന അത്ഭുതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രസന്നിധിയിൽ നിന്നും നമ്മുടെ ഉദയർക്കുന്ന് ഭഗവതി ആറാട്ടിനായി ആറാട്ടുകടവിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓല കൊണ്ട് മറച്ചു കെട്ടിയിട്ടുള്ള ആ ഭാഗത്തേക്ക് നമ്മുടെ ദേവിയെ എഴുന്നള്ളിച്ച് അവിടെ ആ പാറപ്പുറത്ത് ആണ് ദേവിയുടെ നീരാട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു, വേറിട്ട ഒരു കാഴ്ച തന്നെയായിരുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും പറയാതെ വയ്യ കേട്ടോ. ഇനിയുള്ള കാഴ്ച, അതായത് കണ്ടതിനേക്കാൾ മനോഹരമാണ് കാണാനുള്ളത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത് എന്ന് നമ്മൾ പറയാറില്ലേ എപ്പോഴും. അത് പരമസത്യമായിട്ടുള്ള മറ്റൊരു അനുഭവമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ക്ഷേത്രസന്നിധിയിൽ നിന്നും നമ്മുടെ ദേവി കുന്തിപ്പുഴയിലേക്ക്, അതായത് കുന്തിപ്പുഴയിലെ ആറാട്ടുകടവിലേക്ക് നീരാട്ടിനായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഗജവീരന്മാരിൽ ഒരാൾ ദേവിയുടെ തിടമ്പേറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്ന ഓലപ്പുരയ്ക്ക് അകത്താണ് നമ്മുടെ ദേവി നീരാടുന്നത്. തിടമ്പ് താഴേക്കിറക്കി ഈ ഓലപ്പുരയ്ക്ക് അകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ദേവിയുടെ നീരാട്ട് നടക്കുന്ന സമയത്ത്, അതിനുശേഷം ശംഖുവിളി കേൾക്കുന്ന സമയത്ത് ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങളെല്ലാം, കൂടുതലും സ്ത്രീകളാണ്, അതുപോലെ തന്നെ പുരുഷന്മാരെയും നമുക്കവിടെ കാണാൻ സാധിച്ചു കേട്ടോ. എല്ലാവരും ദേവി നീരാടിക്കഴിഞ്ഞ ആ ജലത്തിൽ കാണുന്നില്ലേ, ഈ ഓലപ്പുരയിൽ നിന്ന് നേരെ ആ ജലം ഇങ്ങോട്ടൊഴുകി വരുന്നതിനനുസരിച്ച് ഇവിടെ നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഈ ജലത്തിൽ മുങ്ങും. ആ ഒരു കാഴ്ച അത് നമുക്ക് മനസ്സിന് നൽകുന്ന ഒരു കുളിർമ, ആ സമയത്ത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുക. അത് നമ്മളവിടെ നേരിട്ട് പോയി കാണുക തന്നെ വേണം. എന്തായാലും ഗജവീരന്മാരിൽ ഒരാൾ തിരിച്ച് ദേവിയുടെ നീരാട്ട് കഴിയുന്നത് വരെ അവിടെ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ ഞാനും മക്കളും ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ
വെള്ളം, അതായത് പുഴയിൽ നിന്നും വെള്ളമെടുത്ത് നമ്മൾ ഈ എന്താ പറയുക, പുണ്യാഹം തെളിക്കുന്ന പോലെ തെളിക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തത്. കാരണം നമുക്കിതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പോകുമ്പോൾ ഇതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പോവേണ്ടതായിരുന്നു. കയ്യിൽ തുടയ്ക്കാനായിട്ട് തോർത്തോ ടവലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ തിരിച്ചെത്തുന്ന വരെയും നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അത് വിചാരിച്ച് ഞങ്ങൾ തൽക്കാലം ഇപ്പോൾ ഇതാണ് ചെയ്തത്. എന്തായാലും ഇനി നാളെയും അടുത്ത ദിവസമൊക്കെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഭാഗ്യമുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് മുങ്ങണം എന്നുള്ളത് ഒരാഗ്രഹമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ദേവിയുടെ നീരാട്ട് നടക്കുന്ന സമയമാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, എത്ര ആളുകളാണ് അവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ആറാട്ട് എഴുന്നള്ളിപ്പിന് ശേഷം, അതായത് ദേവി നീരാടി ഇനി അത് കഴിഞ്ഞ് തിരിച്ചു പോയതിന് ശേഷം ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ഉച്ചപൂജയും ക്ഷേത്രത്തിലെ മറ്റു വഴിപാടുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. നിവേദ്യമായിട്ടുള്ള ചതുർശതം എന്ന പായസ വിതരണവും ഉണ്ടാവും. ആ ഒരു പായസം അത് എല്ലാ സമയത്തും നമുക്ക് കിട്ടുന്നതല്ല കേട്ടോ. പൂരാഘോഷ വേളയിൽ മാത്രമാണ് ആ പായസം ഉണ്ടാവുക. പൂരാഘോഷ വേളയിൽ മാത്രമാണ് ഈ പ്രത്യേക നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നതും. അപ്പോൾ ഈ സമയത്ത് മാത്രം ലഭിക്കുന്ന ആ പായസത്തിൻ്റെ ഒരു രുചി, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. എന്തായാലും ദേവിയുടെ നീരാട്ട് കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരാനുള്ള ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മുടെ ഗജവീരൻ, അവിടെ കാത്തു നിന്ന ഗജവീരൻ വീണ്ടും നമ്മുടെ ഈ ഓലപ്പുരയുടെ അടുത്തേക്ക് എത്തി. ഇനി ദേവിയുടെ തിടമ്പ് ഗജവീരൻ്റെ മുകളിലേക്ക് വെച്ച് വീണ്ടും നമ്മൾ തിരിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തും കേട്ടോ. എന്തായാലും ഒരു എന്താ പറയുക, ഒരു പ്രത്യേക അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം, ആദ്യമായിട്ട് ഈ അനുഭവങ്ങളൊക്കെ നേരിട്ട് അറിയുന്നത് കൊണ്ടായിരിക്കാം പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ദേവിയുടെ ഇന്നത്തെ രാവിലത്തെ നീരാട്ട് കഴിഞ്ഞ് ആറാട്ട് കഴിഞ്ഞിട്ടില്ല, നീരാട്ട് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് രാവിലത്തെ ആറാട്ടിനായി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് നമുക്കവിടെ മഞ്ഞളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നീരാട്ടിന് ശേഷം നമുക്ക് മഞ്ഞൾ പ്രസാദമായിട്ട്, അതായത് നെറ്റിയിൽ തൊടാനായിട്ട് മഞ്ഞളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ തിരിച്ചു പോകുന്ന കാഴ്ചയാണ്. ഇപ്പോൾ സമയം കുറച്ചധികമായിട്ടുണ്ട്, ഒരു 10 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ നേരത്തെ പോയതാണ്. അപ്പോൾ ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ നിന്ന് കൊട്ടി അതിന് ശേഷമാണ് ഇനി ക്ഷേത്രത്തിനകത്തേക്ക് കയറുക. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും ഞാനും മക്കളും വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇനി കൂടുതൽ കാഴ്ചകളും കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.